മലയാള സിനിമാ രംഗത്തെ നിരവധി പ്രമുഖ താരങ്ങളുടെയും സംവിധായകരുടെയും ഇഷ്ടപ്പെട്ട ഹോട്ടലായിരുന്നു അമൃത ഹോട്ടൽ. അക്കാലത്തെ നിരവധി സിനിമകളുടെ ചർച്ചകളും നിർമ്മാണ പ്രവർത്തനങ്ങളുമെല്ലാം ഈ ഹോട്ടലിൽ കേന്ദ്രീകരിച്ചായിരുന്നു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടന്നിരുന്ന സിനിമാ നിർമ്മാണവും ചിത്രീകരണവും വഴിമാറി സഞ്ചരിച്ചു. പിന്നീട് അമൃത ഹോട്ടലിൽ തിരക്കുകൾ കുറവായിരുന്നു. ആധുനിക രാജകീയ പ്രൗഢിയോടെ ഹോട്ടൽ അമൃത വീണ്ടും തുറക്കുന്നു. പുതുക്കിയ പൈതൃക ഹോട്ടൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പോർച്ചുഗീസ് സൗന്ദര്യശാസ്ത്രം കേരളീയ സൗന്ദര്യമായി പരിണമിച്ച തലസ്ഥാനത്തെ 120 വർഷം പാരമ്പര്യമുള്ള പൈതൃക മന്ദിരം പുനരുജ്ജീവിക്കുന്നു. 1970-കളിൽ സിനിമാ താരങ്ങളുടെ വീടെന്ന് പ്രസിദ്ധമായിരുന്ന തൈക്കാട് അമൃത ഹോട്ടൽ പുനരുദ്ധാരണത്തിനു ശേഷം വീണ്ടും തുറക്കുകയാണ്. മനോഹരമായ പുൽത്തകിടും നടപ്പാതകളുമുള്ള പഴയ ഹോട്ടൽ അമൃത അരനൂറ്റാണ്ട് മുൻപ് സിനിമാ താരങ്ങളുടെ തേൻകൂടായിരുന്നു. 1900 കാലത്തെ എസൻഡൻ ബംഗ്ലാവാണ് ഹോട്ടലിലെ പൈതൃക മന്ദിരം. ഇത് അമൃത ഹെറിറ്റേജ് എന്ന പേരിൽ 5 മുറികളുള്ള അധിക മന്ദിരമായി മാറുന്നു. ചരിത്രം ജീവിതത്തിന്റെ ഭാഗമാകുന്നത് പോലെ അമൃത ഹെറിറ്റേജ് പഴമയുടെയും പുതുമയുടെയും സംഗമ കേന്ദ്രമാകുന്നു. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനൊപ്പം സമകാലിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഹോട്ടൽ മാനേജ്മെന്റ് നിരവധി ആധുനിക ആതിഥേയ സൗകര്യങ്ങൾ ഹോട്ടലിൽ ഒരുക്കിയിട്ടുണ്ട്. 1950-കളിലെ ഒരു നിലയുള്ള കെട്ടിടം പാശ്ചാത്യ പൗരസ്ത്യ മാതൃകകളുടെ അപൂർവത കൊണ്ട് ഹോട്ടൽ അമൃതയുടെ ഭാഗമാകുകയായിരുന്നു. പോർച്ചുഗീസ് പൗരത്വമുള്ള യൂനിസ് ഗോമസിന്റെയും ഭർത്താവ് ടി ശിവരാമസേതു പിള്ളയുടെയും വസതി എന്ന നിലയിൽ എസൻഡൻ ബംഗ്ലാവ് പുതിയ അധ്യായം തുറക്കുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമൃത ഹെറിറ്റേജിന്റെ ഉദ്ഘാടനം ചെയ്തു. തൈക്കാടിന്റെ ഹരിതാപമായ ശാന്തമായ വാസയോഗ്യ പ്രദേശത്തെ അന്തരീക്ഷത്തിൽ തിരുവിതാംകൂറിന്റെയും പോർച്ചുഗീസിന്റെയും പൈതൃകം പേറുന്നതാണ് ബംഗ്ലാവ്. വിസ്തൃതമായ സ്ഥലത്തിന് മധ്യത്തിൽ നിൽക്കുന്ന ഹോട്ടൽ പുഷ്പങ്ങളാലും വൃക്ഷങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട അന്തരീക്ഷത്തിലുള്ളതാണ്. അതിപ്പോൾ നഷ്ടപ്പെട്ട പ്രൗഢി വീണ്ടെടുക്കുകയാണ്. സന്ദർശകർക്ക് കാലത്തിന്റെ ഗൃഹാതുര സ്മരണകളുടെ യാത്രയാണ് അമൃത മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. പഴയകാലത്തെ രുചിയുമായി കോഹിന്നൂർ റെസ്റ്റോറന്റ് ഇതിനൊപ്പമുണ്ടാകും. 1970-കളിൽ പ്രമുഖ സിനിമാ പ്രവർത്തകരുടെ വസതിയായിരുന്ന അമൃതയുടെ ഉള്ളറകൾ അക്കാലത്തെ ചില ചലച്ചിത്രങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പഴയ പ്രതാപത്തിനൊപ്പം ആധുനിക സൗകര്യങ്ങളും പാരമ്പര്യ ഫർണിച്ചറുകളുമായി അമൃതയിലെ 5 മുറികൾ സുഖവാസത്തിനായി പുതുക്കിയിട്ടുണ്ട്. അകത്തളങ്ങളിൽ കലയുടെ സചിത്ര വർണ്ണങ്ങളും പ്രകടമാകുന്നു. 1900-കളിലാണ് കേരള സമൂഹം പുതിയ ജീവിതശൈലിയിലേക്ക് മാറുന്നത്. യൂറോപ്യൻ സ്വാധീനം അതിന് പ്രേരകമായിരുന്നു. അമൃത ഹെറിറ്റേജിൽ സെൻട്രൽ ഹാളിന് സമീപത്ത് മുറികളും പ്രത്യേക വരാന്തകളുള്ള കിടപ്പുമുറികളുമുണ്ട്. ഡൈനിങ് ഏരിയയും വിശാലമാണ്. എല്ലാ സന്ദർശകർക്കും ഗുണപരമായ സേവനവും സൗകര്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണപ്രസാദ് അറിയിച്ചു. പഴമയും പുതുമയും ചേർന്ന കുശിനിയിൽ പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ള സംഘമാണ് അടുക്കളയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച പ്രസിദ്ധനായ തായ് ഫുഡ് കൺസൾട്ടന്റ് പിനാക് ജായുടെ പരിശീലനം നേടിയ ജീവനക്കാരാണ് ഓറിയന്റൽ ഫുഡ് തയ്യാറാക്കുന്നത്. തലസ്ഥാനത്ത് ആദ്യമായി പുൽത്തകിടിലിരുന്ന് ആഹാരം കഴിക്കാമെന്ന സൗകര്യവും അമൃത ഹെറിറ്റേജ് തിരിച്ചു കൊണ്ടുവരുന്നു. ബാങ്ക്വറ്റിന് പറ്റിയ ഒരു പ്രശാന്തമായ അന്തരീക്ഷവും അമൃത ഹോട്ടലിനുണ്ട്. ഒരു വെൽക്കമിങ് ചടങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരുപാട് നാളത്തെ സ്വപ്നമാണിത്. അതിനു മുമ്പ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടുകൂടി പറയാം. I welcome the Honorable Minister of State for Natural Gas, Petroleum and Tourism, Padma Shri Bharat Shri Suresh Gopi, distinguished MP Adul Prakash Rao, MLA Mr. John Anthony Raju, and all esteemed guests, my dear friends and my members of Amrita family. It is my privilege to welcome you all in this momentous occasion. Your presence here today
adds immeasurable value to what it is just a business milestone, but a deep personal journey for my family and me. As we gather for this inauguration ceremony, I deeply moved to reflect that it is exactly half a century ago Amrita opened its doors to Trivandrum, the first luxury hotel in private sector. Over these years, it became more than just a hotel. It became a landmark and our capital city, which became popular venue for friends and families. Half a century later, we are embarking on a new chapter as Amrita Heritage. Our vision is to seamlessly blend the cherished tradition and values that made the original Amrita famous, while embracing the modern comforts and service standards that today world demands. As our master of ceremony mentioned, Amrita has already been a second home to the film fraternity, with Kohinoor restaurant being the crown jewel of our hospitality. In the recent week, I had been constantly reminded over the legendary status of a food and service held in people's heart. I stand before you today with the promise that we will spare no effort to meet your expectation to recreate old Amrita magic. With these few words, I would now have honor to invite Padma Shri Suresh sir to light the ceremonial lamp and formally inaugurate Amrita Heritage. I request our distinguished guests to join him in this auspicious ceremony, after which our Honorable Minister will address us all. Thank you all once again. Thank you. പ്രിയ സുഹൃത്തുക്കൾക്ക്, സഹോദരി സഹോദരങ്ങൾക്ക്, തിരുവനന്തപുരത്തിന്
ശ്രീ കൃഷ്ണപ്രസാദിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സഹോദരങ്ങൾക്കും അമൃത എന്ന ഈ ഗൃഹത്തിൻ്റെ നടത്തിപ്പുകാരായ എല്ലാവർക്കും, ഇവിടുത്തെ പ്രവർത്തകർ എന്നേ പറയുന്നുണ്ട്. കാരണം ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രവർത്തന രീതിയിൽ മുതലാളി ആര്, ഇവിടുത്തെ തൊഴിലാളി ആരെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ടിമ്പർ എത്രയോ വർഷക്കാലം അനുഭവിച്ചറിഞ്ഞയാണ്. എല്ലാവരും ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം പോലെ തന്നെ അവകാശമുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. അമൃത പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു വാണിജ്യ വ്യവഹാര പ്രസ്ഥാനം എന്നതിലുപരി ഓരോ പ്രദേശത്തും ചെല്ലുമ്പോൾ സിനിമയ്ക്ക് ആവശ്യമായ താമസ സൗകര്യം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ ആയിരുന്നു. ഏതാണ്ട് 90കളുടെ അവസാനം വരെയും ഇതൊരു വലിയ വിഷയമാണ്. പലപ്പോഴും ഗവൺമെൻറ്റുകൾക്കും, അത് കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന ഗവൺമെൻറ്റായാലും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും മാത്രം സൗകര്യപ്പെടുത്താനുള്ള സ്ഥാപനങ്ങളായി നിലനിന്നിരുന്ന ഗേഹങ്ങൾ പോലും പലപ്പോഴും നമുക്ക് നേരത്തെ കാലേ കൂട്ടി തന്നെ അനുവാദം വാങ്ങി അതിനുള്ള വളരെ തുച്ഛമായ പണമടച്ചുകൊണ്ടുള്ള സൗകര്യങ്ങൾ പ്രാപ്തമാക്കാൻ സാധിക്കുന്നത് പോലും പെട്ടെന്നൊരു മന്ത്രിയുടെ വരവോ MLA-യുടെ വരവോ MP-യുടെ വരവോ മൂലമൊക്കെ ചിലപ്പം അസ്ഥിരപ്പെട്ടു പോകും. ഒരു ക്രിയേഷണൽ എഫേർട്ട് എന്ന് പറയുന്നതിന് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ആവശ്യമാണ്. ചെറിയൊരു പിണക്കം, വഴക്ക്, അതുപോലെ തന്നെ സൗകര്യക്കുറവ് എന്ന് പറയുന്നത് കലാകാരന്മാരായതുകൊണ്ട് തന്നെ പലപ്പോഴും സമയത്ത് കുളിക്കാനുള്ള വെള്ളം കൃത്യമായ പ്രഷറിൽ കിട്ടിയില്ലെങ്കിൽ ലൈറ്റ് ബോയ്സിന് പോലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന, അങ്ങനെയാണ് ഈ ഒരു മേഖലയുടെ ഒരു സ്വഭാവ സവിശേഷത. എല്ലാം കൃത്യമായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ജോലിയും വളരെ കൃത്യമായിരിക്കും. പണം കൃത്യമായി കിട്ടണം എന്നുള്ളതും ഇതിൽ ഒരു ഘടകം തന്നെയാണ്. പണം കൃത്യമായി കിട്ടിയില്ലെങ്കിൽ പിണങ്ങിപ്പോവുക, ഷൂട്ടിങ്ങിന് വരാതിരിക്കുക, യൂണിറ്റുകൾ അവരുടെ മുതലാളിക്കുള്ള കാശും അവർക്കുള്ള ഡെയിലി ബാറ്റയും ഒരളവിന് മേൽ കുന്നുകൂടിയാൽ അപ്പോൾ തന്നെ യൂണിറ്റ് വരാതിരിക്കുക, ലൈറ്റ് ഇറക്കി വയ്ക്കാതിരിക്കുക, ഇതൊക്കെ ഉണ്ടാകുന്ന അതൊന്നും സമരമായിട്ട് കണ്ടിട്ടില്ല. ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ധ്വനി അതിനകത്തുണ്ട്. ഒരു സമരത്തിൻ്റെ രൂക്ഷത എല്ലാം മുടങ്ങിപ്പോകും എന്ന് പറയുന്ന ഒരു സ്വഭാവം അതിനുണ്ടാവില്ല. വളരെ കലാകാരന് അത്യാവശ്യം വേണ്ടുന്ന സ്നേഹത്തിൻ്റെ അംശം എപ്പോഴും അതിനൊരു മുൻതൂക്കം ഉള്ള, അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചടുലമായ ചില നീക്കങ്ങൾ ഈ വ്യവസായത്തിന് നേരെ വരുമ്പോൾ ഭിന്നിച്ച് നിൽക്കുന്ന ലൈറ്റ് ബോയ്സ് ആയാലും അവർക്കെല്ലാം കൃത്യമായ രാഷ്ട്രീയ ചിന്താഗതിയുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയവും ഉന്നം വയ്ക്കുന്ന ഒരു ശരം വന്ന് തറയ്ക്കാൻ ഇതേ രാഷ്ട്രീയങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്ന സിനിമാ പ്രവർത്തകർ അപ്പോൾ കവചം വിരിക്കും എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. അത് മറ്റേത് വ്യവസായത്തിൽ അതുണ്ട് എന്ന് നമുക്കറിയത്തില്ല. അത്രയും ശക്തമാണ്. അങ്ങനെ ഒരു പടയ്ക്ക് അവരുടെ താൽക്കാലികമായെങ്കിലും ഒരു ഗൃഹമൊരുക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അമൃതയും അമൃതമായി സിനിമാക്കാരുടെ ജീവിതത്തിൽ 71 ഒഴുകി തുടങ്ങിയിട്ടുള്ളത്. ആ ഒഴുക്ക് ഇടയ്ക്ക് നിലച്ചു എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. ഈ റോഡിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു 2 തവണ
ഇവിടെ അക്വയർമെൻറ്റ് നടന്നപ്പോഴും അതിനോട് സഹകരിച്ച് കുറേശ്ശെ മുറിച്ചു കൊടുത്തപ്പോൾ ഒരുപക്ഷെ ചരിത്രമുറങ്ങുന്ന ചില മുറികളുടെയൊക്കെ അംശങ്ങളാണ് മുറിച്ചു കൊടുക്കേണ്ടി വന്നത്. ഞാൻ പ്രധാനമായിട്ടും ഓർക്കുന്നത് നസീർ സാറിൻ്റെ ഒരു സിനിമ ചരിത്രം ഈ ഒരു പദ്ധതിയോട് ചേർന്ന് കിടക്കുന്നു എന്ന് പറയുന്നത് വളരെ വൈകാരികമായ ഒരു വിഷയമാണ് നമുക്ക്. പക്ഷെ വികസനത്തിന് വേണ്ടി പൈതൃകമായി ലഭിച്ച അപ്പനപ്പൂപ്പന്മാരെല്ലാം ഒരു അപ്പൂപ്പന്മാരുടെ പരമ്പരയൊക്കെ കൈവശം വച്ചിരുന്ന അവരുടെ നിലവുകൾ ഇപ്പോഴും മങ്ങാതെ നെടിലിക്കുന്ന ചില പ്രദേശങ്ങൾ ഇന്ന് പെരുവഴിയിലേക്ക് ചേർത്തതിൻ്റെ വേദന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആ കുടുംബത്തിലെ അംഗങ്ങൾക്കുണ്ടാകും. പക്ഷേ രാജ്യത്തിന് വേണ്ടി എന്ന് പറയുന്ന സമർപ്പണ ബുദ്ധിക്ക് അവിടെ വില കൂടി വരും. അതൊരു സഹകരണമാണ്. അതിന് കാശ് കിട്ടുന്നുണ്ടാവും, കാശ് വളരെ വലിയ തോതിൽ കിട്ടുന്നുണ്ടാവും. ഇന്ന് നാഷണൽ ഹൈവേ പദ്ധതികളുടെ എല്ലാം വികസനത്തിനായി എടുക്കുന്ന സ്ഥലങ്ങൾക്ക് അത്യധികമായ പൈസയാണ് നമുക്ക് നൽകിയത് വാങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ടോൾ ഗേറ്റുകളുടെ എല്ലാം പ്രസക്തി നമുക്കൊരു പക്ഷേ ചോദ്യം ചെയ്യാൻ പറ്റാതെ പോകുന്നതും ആ കാരണം കൊണ്ടാണ്. ഞാൻ ഈ ഒരു അമൃതയുടെ ഒരു സംഭാവന എന്ന് പറയുമ്പോൾ തൈക്കാട് പ്രദേശത്താകമാനം ബാധിക്കുന്ന ഓരോ 10 വർഷം കൂടുമ്പോഴും നമുക്ക് ബോട്ടിൽ നെക്കുകൾ കൂടി വരികയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്ലൈ ഓവറിന് പക്ഷേ ഇന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ഡീസെൻട്രലൈസേഷൻ വരുന്നതോടുകൂടി അതും സൗകര്യപ്പെടുത്താനുള്ള എല്ലാ വകയും ഉണ്ടാവും. തിരുവനന്തപുരം നഗരത്തിൻ്റെ ജീവിതം അതിന് മുൻതൂക്കം നൽകുന്ന തരത്തിലുള്ള റെയിൽവേയുടെ വികസനത്തിനുള്ള ഒരുപക്ഷെ ആരും വിചാരിച്ചിരിക്കാത്ത ചില പദ്ധതികൾ കേന്ദ്ര റെയിൽവേ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇത് മൊത്തത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ജീവനാടി, ക്രയവിക്രയം അവിടെ ഉണ്ട് എങ്കിൽ പോലും ആ ജീവനാടിക്ക് ശക്തമായ നിലനിൽപ്പിനുള്ള എല്ലാ അവസ്ഥകളും ഒരുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ അമൃതയുടെ ഒരു പ്രൊമൈസസിനകത്തുള്ള ഒരു പ്രകൃതിയുടെ അംശം എന്ന് പറയുന്നത് പോലും ഇസ് എ കോൾ, ഇൻവൈറ്റ് ആൻഡ് ഓൾസോ എ ഹ്യൂജ് മെസ്സേജ്. ഞാൻ 86-ലാണ് 85 മുതൽ ഇവിടെ വരവ് തുടങ്ങിയിരുന്നെങ്കിലും 86-ലാണ് ഒരുപക്ഷെ കീർത്തിയിൽ നിന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടി. അമൃതയിലേക്ക് എവർഷൈൻ പ്രൊഡക്ഷൻസാണ് ആദ്യം കൊണ്ടുവന്നവരുടെ മുറിയെടുത്ത് തന്ന് താമസിപ്പിക്കുന്നത്. അന്ന് എവർഷൈൻ പ്രൊഡക്ഷൻസിൻ്റെ ഇപ്പോഴത്തെ സുബ്രഹ്മണ്യം എന്ന് വിളിക്കുന്ന മണിയണ്ണൻ, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഏയ് സുരേഷ്, ഉനക്ക് தெரியுமா, நீ தங்க போகிற ரூம் நசீர் சார் வந்து தங்கின ரூமுக்கு அடுத்த ரூம். அப்படி ஒரு பெருமை உனக்கு கிடைச்சிருக்கீங்க. அப்பா சொல்லிச்சு, கோபியோட பையனுக்கு அந்த ரூம் தான் கொடுக்கணும், அதனால அதை அரேஞ்ச் பண்ணி വെച്ചിരിക്കും. ഞാൻ വന്ന് ആദ്യം താമസിക്കുന്ന ചെറിയ മുറിയാണ്. അതാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടിയെത്തുന്ന ഒരു പൂവിന് പുതിയ പൂന്തന്നലിൻ്റെ ഷൂട്ടിംഗ് തീർത്ത് 2 ദിവസത്തെ വർക്കും ബാക്കി വെച്ചുകൊണ്ടാണ് സായം സന്ധ്യ എന്ന് പറയുന്ന എവർഷൈൻ പ്രൊഡക്ഷൻസിൻ്റെ സിനിമാ ഷൂട്ടിങ്ങിനായി 86 ഓഗസ്റ്റിലാണ് ഞാൻ വന്ന് ഇവിടെ ആദ്യമായിട്ട് താമസിക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരുപാട് സംവിധായകരെയും നിർമ്മാതാക്കളെയും എല്ലാം കാണുന്നതിന് വേണ്ടി അനവധി തവണ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ ഈ കണ്ണന് വണങ്ങിയിട്ടല്ലാതെ ഞാൻ ഇതിനകത്ത് കാലുകുത്തിയിട്ടില്ല. ഓട്ടോയിൽ വന്നിറങ്ങിയാലും ബസ്സിൽ വന്നിറങ്ങിയാലും അവിടെ നിന്ന് നടന്നു കയറി വന്ന് ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ലോബിയിലേക്കും റിസപ്ഷനിലേക്കും പോകുന്നത്. അവിടെ കാത്തിരുന്നു അവർ വിളിപ്പിച്ച മുറിയിലേക്ക് ചെന്ന് കാണും. അതല്ല, അവരെപ്പോഴെങ്കിലും ഇറങ്ങി വരുമ്പോൾ അവിടെ ലോബിയിൽ വെച്ച് കാണും. അവിടെ തന്നെ ഒരു ചെറിയ മുറിയുണ്ട്, അവിടെ വിളിച്ചിരുത്തി സംസാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് അമൃതയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത്. താമസം തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു അതേ സെപ്റ്റംബറിൽ
ശംഖനാഥം എന്ന് പറയുന്ന TS സുരേഷ് ബാബുവിൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് അത് രതീഷ് ഏട്ടൻ അന്ന് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. രതീഷ് ഏട്ടൻ നസീർ സാറ് താമസിച്ചിരുന്ന മുറിയിലാണ് സ്ഥിരം താമസിക്കുന്നത്. രതീഷ് ഏട്ടൻ പറഞ്ഞ്, ഞാൻ 2 ദിവസത്തേക്ക് ചേർത്തലയ്ക്ക് പോവുക, നീ ഒന്ന് നസീർ സാറ് കിടന്നുറങ്ങിയ മുറിയിലൊന്ന് കിടന്നുറങ്ങി, ആ മതിലുകൾക്കെല്ലാം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശ്വാസം പറ്റിയ ഒരു നിർവൃതിയുണ്ട്, അതൊന്ന് നുകർന്ന് നീ ഉറങ്ങുന്ന പറഞ്ഞ് എന്നെ ആ മുറിയിലേക്ക് മാറ്റിയതാണ് ജീവിതത്തിലെ മറ്റൊരു വിലമതിക്കാനാവാത്ത മുഹൂർത്തം. അപ്പോൾ അങ്ങനെ നിരവധി മുഹൂർത്തങ്ങൾ ഇപ്പോഴും ഒരുപക്ഷെ ഇടക്കാലത്തൊന്നും മയങ്ങിപ്പോയെങ്കിലും വീണ്ടും അത് ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ പ്രസ്ഥാനം സ്ഥാപിച്ച മഹാന്റെയും മഹതിയുടെയും മകൻ കൃഷ്ണപ്രസാദിന് അതിനെ പുനർജീവിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ അവകാശം എന്ന നിലയ്ക്കാണ് ഞാൻ മര്യാദാപൂർവ്വം ഇവിടെ കൃഷ്ണപ്രസാദിനെയും കുടുംബത്തിനെയും ആദരിക്കാൻ എനിക്ക് തോന്നുന്നു. വലിയ പലപ്പോഴും എനിക്ക് ആ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ടെങ്കിലും പ്രസാദിനോട് പറയുന്നുണ്ട്, ഒന്ന് സഹോദരങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇതൊന്ന് വീണ്ടും തുടങ്ങണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അത് അദ്ദേഹം പറയാൻ മറന്നുപോയതാണെന്നാണ് തോന്നുന്നത്. ആ ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ്. ആഗ്രഹിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ഒരുപക്ഷെ ഇവിടുത്തെ ഞാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. കാരണം എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തൽക്കാലം അവകാശം സുരേഷ് കുമാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും. മേനകാ സുരേഷ് ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും. കാരണം സുരേഷിനാണ് എന്നേക്കാൾ കൂടുതൽ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാവും. അതൊക്കെ ഭയങ്കര ആർദ്രമായ മുഹൂർത്തങ്ങളാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. സുരേഷിനെയൊക്കെ ജീവിതം തുടങ്ങുന്നത് ഒരുപക്ഷെ ഇവിടെ നിന്നായി. ചെന്നൈയിലെ അംശങ്ങളൊക്കെ ഒഴിച്ചു വെച്ചാൽ, ഒഴിവാക്കാൻ പറ്റുന്നതല്ല എങ്കിലും അത് മാറ്റി നിർത്തിയാൽ എനിക്ക് തോന്നുന്നു സുരേഷ് കുമാറിൻ്റെയും സനൽകുമാറിൻ്റെയും അപ്പി രാധാകൃഷ്ണൻ്റെയും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു തേങ്ങലുകളോടെ ഒരു തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. നമ്മുടെ തിരുവങ്കടം സ്വാമിയെ കാണാൻ വരുന്നതും നാന ഗ്രൂപ്പിൻ്റെ റെഡ്ഡിയാരുടെ സഹോദരൻ്റെ എവർഷൈൻ അപ്പച്ചിയായിട്ടുള്ള ബന്ധം, ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടെങ്കിലും വചനം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ താമസിക്കുന്ന സമയത്ത് 88 അവസാനം 89 ആദ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. മഴയില്ലാത്ത സമയത്ത് മഴ പെയ്യിച്ച് 3 ദിവസം ശ്രീ ലെനിൻ രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അപ്പോൾ ഷോട്ട് എടുക്കാൻ ഒരുപാട് താമസിക്കും. മഴയൊക്കെ പെയ്യിച്ചുകൊണ്ടിരിക്കും. അതിന് വെള്ളം തീർന്നാൽ പിന്നെ 1 മണിക്കൂർ എടുക്കും അത് പോയി നിറച്ച് തിരിച്ചു വരാം. അങ്ങനെ 2-3 ഫയർ എഞ്ചിനൊന്നും അന്ന് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ രാത്രി മുഴുവൻ നനഞ്ഞു കിടക്കണം. തല മാത്രം തോർത്തിത്തരാൻ ആൾ വരും. പക്ഷെ ഈ നനവോടെ കിടന്ന് എൻ്റെ ഈ വലത്തെ തുടയുടെ മുകളിൽ വലിയ ആപ്സസുമാണ്. ചെറുതായിട്ടൊരു പരുവായിട്ട് വന്ന് അതങ്ങ് മൂർച്ഛിച്ച് ഒരു ദിവസം രാത്രി കരഞ്ഞുകൊണ്ടാണ് അന്ന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ജയറാം തന്നെ പോയി പറഞ്ഞു, അവന് പറ്റത്തില്ല, നിർത്തിവെക്കി, നമുക്ക് പിന്നെടുക്കാം എന്ന് പറഞ്ഞ് വന്ന് വെളുപ്പിന് ഒരു 6 മണിക്കോ മറ്റോ വന്ന് കിടന്നുറങ്ങിയതാണ്. അപ്പം എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ജയറാം, അതിന് തൊട്ടപ്പുറത്ത് ചാരുഹാസൻ സാറുണ്ട്, അതിനും അപ്പുറത്ത് രഞ്ജിനി ചിത്രത്തിൽ അവരൊക്കെ താമസിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കിടന്ന് ഉറങ്ങുക. ജയറാം പറഞ്ഞ് ഞാനിത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് ഗാന്ധിമതി ബാലേട്ടനെയും വിളിച്ചുകൊണ്ട് വന്നു. എന്നെ കൊണ്ട് മലത്തി കിടത്തിയിട്ട് ആദ്യം തന്നെ എനിക്ക് ഒരു മഗ്ഗിനകത്ത് ബിയർ ഒഴിച്ചാണ്, ഇത് കുടിച്ചാൽ നീ ബോധം കെടും, എനിക്കറിയാം. എന്നെ അത് കുടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് മലത്തി അങ്ങോട്ട് കിടത്തിയിട്ട് ഈ ബാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ചോ, അവൻ്റെ ഇടി എനിക്ക് താങ്ങത്തില്ല. എന്നിട്ട് എൻ്റെ കാലെടുത്ത് ചവിട്ടാതിരിക്കാൻ വേണ്ടി എൻ്റെ 2 കാലും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി എനിക്ക് അഭിമുഖമായിട്ട് കാലിൻ്റെ പുറത്ത് ഇരുന്നു.
മുട്ടുമടക്കി ഫുൾ വെയിറ്റ് ഇട്ടിരുന്നിട്ട് ഈ ആപ്സസ് ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തടവി കൊണ്ടുവന്നിട്ട് ഒറ്റ ഞെക്കിയിട്ട് ഞാൻ അലറിയൊരു വിളി വിളിച്ചു. എനിക്കന്ന് സത്യം ഞാൻ കിളുന്തുമായിരുന്നു, പക്ഷെ എനിക്ക് ഇത്തിരി മതി, പെയിനൊട്ടും സഹിക്കാത്ത ആളായിരുന്നു. ഇത് പിന്നെ ജയറാമിൻ്റെ കഥകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന കഥയാണ്. ആ ആപ്സസിലെ ആണി ഞാനങ്ങോട്ട് ഞെക്കിയപ്പോഴേക്കും പൊട്ടിത്തെറിച്ചിട്ട് അത് നേരെ അമൃതയുടെ റൂഫിൽ പോയി അടിച്ച് അവിടെ ഒരു ചോരപ്പാടും കുറച്ച് മഞ്ഞ കളറിൽ അതിൻ്റെ പസ്സും എല്ലാം കൂടെ പതിഞ്ഞു എന്നാണ് കഥ. അപ്പം അങ്ങനെയെങ്കിൽ ഒരുപാട് സന്തോഷവും വളർച്ചയുടെ മുഹൂർത്തങ്ങളും ഒക്കെ സമ്മാനിച്ച ഈ സ്ഥാപനത്തിൽ എൻ്റെ ചോരപ്പാടും വീണിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഈ നിലവിളി കേട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്ന ചാരുഹാസൻ സാർ അന്ന് വയസ്സുള്ളതുകൊണ്ട് അദ്ദേഹം ഉണർന്നിട്ടില്ല, നല്ല ഉറക്കമായിരുന്നു. രഞ്ജിനി അമ്മയൊക്കെ ഓടിയെത്തി, എന്തോ കൊലപാതകം നടക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തോ ഓർമ്മകൾ വേദനയുള്ളതായിരുന്നെങ്കിലും ഓർക്കാൻ നല്ല രസമുള്ള ഒരുപാട് ഓർമ്മകൾ തന്ന ഏറ്റവും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹമായി തുടങ്ങിയത് കുറ്റപത്രം, തലസ്ഥാനം, ഏകലവ്യൻ ഒക്കെ ആണെങ്കിലും ആ സമയം ആയപ്പോഴേക്കും എനിക്ക് തിരുവനന്തപുരത്ത് ഒരു വാടക വീടുണ്ട്, അവിടെ താമസിച്ചുകൊണ്ട്. പക്ഷേ ഏറ്റവും ഹൃദ്യമായ ഞാൻ വന്നുന്ന കാലുകുത്തിയത് ആ പ്രദേശത്താണ്. താൽക്കാലികമായ ഒരു സിറ്റ് ആൻഡ് ഡൈൻ അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയുടെ ഇൻ്റർവൽ സീക്വൻസ് എടുത്തത് ഇവിടെയാണ്, ഈ പ്രദേശത്താണ്. രതീഷേട്ടൻ, NF വർഗീസ്, രാജൻ പി ദേവ്, അങ്ങനെ ഒരു പിടി ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് ഭയങ്കര വർണ്ണശബളമായിട്ട് സീരിയൽ ലാമ്പുകളൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്നു. ആദ്യത്തെ ഡയലോഗ് തന്നെ വളരെ വിചിത്രമാണ്. ഞാൻ കമ്മീഷണറുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങി ആ സൗണ്ട് കേട്ട് രതീഷേട്ടൻ നോക്കി അങ്ങോട്ട് ഒരു സീരീസ് ഓഫ് ഡയലോഗ് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വാക്കിതാണ്, ഹി ഈസ് ആൻ ആസ്റ്യൂട്ട് ബാസ്റ്റേർഡ്. അവിടെയാണ് ആ സിഗ്നേച്ചർ മ്യൂസിക് ഇട്ട് ഞാൻ നടന്ന് കയറി വരുന്നത്. വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, അവിടെയാണ് എൻ്റെ ഡയലോഗ് തുടങ്ങുന്നത്. അന്ന് ഒരുപക്ഷെ ഫോണറ്റിക്സിനോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിനോ നമുക്ക് PG പഠിക്കുന്ന കാലത്ത് അഭ്യസിപ്പിച്ച ഒരു വിദ്യയിൽ നിന്ന് ഒരു ചെറിയൊരു എക്സ്പ്ലോഷൻ നടത്തിക്കൊണ്ട് അന്ന് ഞാൻ ആ ഡയലോഗ് പറഞ്ഞത് തന്നെ ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ പൊട്ടിച്ചിട്ടാണ് പറഞ്ഞത്. അന്ന് ഇവിടെ കൂടി നിന്ന് എല്ലാവരും ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ കൈയടിച്ചു. അതിനകത്ത് വലിയ കസർത്തൊന്നുമില്ല. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഐ നീഡ് ടു ആസ്ക് യു ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എന്ന് പറയേണ്ടടുത്ത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു വ്യംഗ്യമുണ്ടായിരുന്നു, ദറ്റ് ഐ എം ഗോയിങ് ടു ക്ലോസ് ഇൻ ഓൺ യു. ഈ ഒരു ആരവം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ചിത്രത്തിലെ എൻ്റെ പ്രകടനത്തെ അതിനുശേഷമുള്ള ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കുമ്പോൾ അപ്പോൾ എല്ലാം കൊണ്ടും ഹൃദ്യമായ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു പ്രദേശമാണ്. നമുക്ക് ഒരുപക്ഷെ അതിന് മുമ്പുള്ള ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. മധുസാറും സുകുമാരൻ സാറും ഒക്കെ സ്ഥിരം വന്നിരുന്ന ഇതിനോട് ചേർന്ന് തന്നെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവിടെ സാധിച്ച് ഇവിടെ നിന്ന് തമ്പാനൂർ വരെ ഒരു ഓട്ടം ഓടിയ രണ്ടുപേരോട് ഒരു ഓട്ടം നടത്തിയ കഥയുമൊക്കെ അമ്പിളിച്ചേട്ടൻ പറഞ്ഞ് പിന്നെ കേട്ടിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെയൊക്കെ അവർക്കെല്ലാം വീട് ഇവിടെ തന്നെ ആയിരുന്നെങ്കിലും ഒരുപക്ഷെ അമൃത എന്ന് പറയുന്ന അവരുടെ ഒരു എന്താണ് മനസ്സാഗ്രഹിക്കുമ്പോൾ വന്ന് കയറിയിരിക്കുന്ന വീടെന്ന് പറയുന്ന സ്വഭാവം ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് അത് ബിസിനസ്സിന് വേണ്ടി എത്തുന്നവരായാലും പത്മനാഭനെയോ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം നുകരാൻ വേണ്ടി എത്തുന്നവർക്കും ഒക്കെ ഇതൊരു പുതിയ അനുഭവം തന്നെയായി വരും. പുതിയ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ പഴയ അനുഭവങ്ങളുടെ ഒരു കെട്ട് ഞാനിവിടെ ഇറക്കി വെച്ചെങ്കിൽ
സ്ഥാനത്തിന് തുടർന്നും ഇവിടെ വരുന്നവർക്കും സിനിമാ സമൂഹത്തിന് പ്രത്യേകിച്ചും സമ്മാനിക്കാൻ കഴിയട്ടെ. ആ ടിമ്പർ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. ആ പഴയ രുചി തുടരാൻ സാധിക്കട്ടെ. ഇത് ഇനി ഒരിക്കലും ഇടയ്ക്കൊരു മയക്കത്തിലേക്ക് പോകാത്ത തരത്തിൽ എൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ നിന്നുകൊണ്ട് എല്ലാവരും ആ പ്രാർത്ഥനയിൽ പങ്കുചേരും എന്നെനിക്കറിയാം. നമുക്ക് ഈ കുടുംബങ്ങളൊക്കെ ഒരുപക്ഷെ ഒന്ന് മുറിഞ്ഞ് അവകാശങ്ങളൊക്കെ മുറിഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചില അനിശ്ചിതത്വങ്ങളുണ്ട്. അമൃതയെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യമല്ല, അവകാശമല്ല, അധികാരമല്ല. അമൃതയെ കാംക്ഷിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, ഒരു മന്ത്രിയായിട്ടല്ല, ഒരു കലാകാരനെന്ന നിലയ്ക്ക് സിനിമയ്ക്ക് അങ്ങനെ ഒരു നിങ്ങളെക്കാൾ അധികമായ അവകാശം എല്ലാ സഹോദരങ്ങളും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഒത്തുചേർന്ന് ഇതിൻ്റെ എല്ലാ വിങ്ങുകളും, ഞാൻ ആ മതിലിനൊരു ഗേറ്റ് ഇട്ട് അങ്ങോട്ടും ഒരു ആക്സസ്, ഈ വഴി ആരുടെ അവകാശമാണെങ്കിലും ഈ സ്ഥാപനവും തുറന്ന് ഇതൊരു ഒരു വലിയ കോംപ്ലക്സായി തിരിച്ചു വരണം എന്ന് പറയുന്ന പ്രാർത്ഥന ഞാനിവിടെ കണ്ണൻ്റെ മുമ്പിൽ നടപ്പിലാക്കും. എല്ലാവർക്കും അതിനുള്ള മനസ്സലിവും എല്ലാവർക്കും ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ പഴയ സമ്പ്രദായം തുടരുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.